ഇപ്പോഴത്തെ ഇതിൽ ഈ യുദ്ധത്തിൻ്റെ ഭീകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനായി മരിച്ചിട്ടുണ്ടാവാം, കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ള തരത്തിലാണ്. അതിന് അദ്ദേഹം പറയുന്ന ന്യായം, അദ്ദേഹം താമസിച്ച ആ കൊട്ടാരം കംപ്ലീറ്റ് ചാമ്പലാക്കി കഴിഞ്ഞു, അതിനുള്ളിൽ ഖമനായി ഉണ്ടായിരുന്നുവെന്നാണ് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ഇപ്പോഴും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും അവിടുത്തെ ഭരണകൂടവും വിശ്വസിക്കുന്നത് ഖമനായി കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിന് അപ്പം തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചി. പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു എന്നാണ് എൻ്റെ അറിവ് എന്ന് പ്രയോഗിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും ഖമനായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇറാൻ്റെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ 37 വർഷമായിട്ട് അതിന് നേതൃത്വം നൽകുന്ന ആളാണ്. 86-കാരനാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും അവരെ ഒരുമിച്ച് നിർത്തുന്ന മതപണ്ഡിതന്മാരെയും അവിടുത്തെ സൈന്യത്തെയും, സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് കൂടിയാണ്, ആത്മീയ നേതാവും ഭൗതിക തലത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ആ നേതാവ് ഇല്ലാതായാൽ ഇവിടെ സംഭവിച്ചതുപോലെ, വെനിസ്വേലയിൽ സംഭവിച്ചതുപോലെ ഭരണം പിടിച്ചെടുക്കാം എന്നാണ് ഇസ്രായേലും അമേരിക്കയും കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളൊരു പ്രചരണം. ഇനി കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹം പുറത്തു വരട്ടെ. ഒരുപക്ഷെ മഹാഭാരതത്തിലെ ഇതിലൊക്കെ കേട്ട പോലെ ഈ ഒളിച്ചിരുന്ന ആൾ പുറത്തു വരുത്താൻ വേണ്ടി നടത്തിയ ഒരു സംഭവ കഥ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരിക എന്നുള്ള ഒരു സ്ട്രാറ്റജി കൂടിയാണ് ഇസ്രായേലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.